ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ദുൽഖർ വീണ്ടും തെലുങ്ക് സിനിമയിലേക്ക്. ദുൽഖർ പൂജ പെയർ ഓൺ കാർഡ് എന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. അതായത് ദുൽഖർ സൽമാനും പൂജ ഹെഡ്ജും ഒരുമിച്ച് വീണ്ടും അഭിനയിക്കുന്നു എന്നുള്ള ഒരു കാര്യം. അതും തെലുങ്ക് ഫിലിമിലാണ് വരാൻ പോകുന്നത്. ഡയറക്ടർ രവിയാണ് ഈ സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത്. അസിസ്റ്റൻ്റ് ഓഫ് പരശുരാം ആൻഡ് ലൈക്ലി ടു ബി പ്രൊഡ്യൂസ്ഡ് ബൈ ശ്രീ വെങ്കടേശ്വര സിനിമാസ് LLP എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് നമുക്ക് കിട്ടിയ ഡീറ്റെയിൽസ് അനുസരിച്ച് ഒരു സ്ട്രോങ് ബസ്സായിട്ട് തന്നെയാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. അതായത് തെലുങ്ക് സിനിമയിൽ മുടിചൂടാമന്നനായി തന്നെയാണ് ദുൽഖർ നിൽക്കുന്നത്. തൊട്ട് മുമ്പുള്ള സിനിമ 100 കോടി കടക്കുകയും അതിന് തൊട്ട് മുമ്പുള്ള സിനിമ 99 കോടിയിലെത്തുകയും ചെയ്ത അപൂർവ നേട്ടമാണ് ദുൽഖറിന് ഉള്ളത്. തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ ദുൽഖറിന് വലിയ രീതിയിലുള്ള ഒരു ആരാധക വൃന്ദമുണ്ട്. മികച്ച നടനുള്ള അവാർഡ് സഹിതം അദ്ദേഹം തെലുങ്കിൽ നിന്ന് നേടിയിരുന്നു, ലക്കി ഭാസ്കറിലൂടെ എന്ന് നമുക്കറിയാം. എന്തായാലും സ്പെഷ്യൽ മെൻഷനാണ് നടന്നതെങ്കിൽ പോലും അവിടെ ജനങ്ങൾക്ക് ഏറെ പ്രിയങ്കരനാണ് ദുൽഖർ എന്നുള്ളതാണ്. കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് സിനിമ ഒരു റൊമാൻറ്റിക് ഫിലിം എന്നുള്ളത് തന്നെയാണ് അറിയാനും കഴിയുന്നത്. എന്തായാലും തെലുങ്കിൽ ദുൽഖർ തൊടുന്നതെല്ലാം പൊന്നാണ്. മഹാനടി മുതൽ ഇങ്ങോട്ട് തുടങ്ങിയ എല്ലാ സിനിമകളും മികച്ച രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഇതിനിടയിൽ മറ്റ് തെലുങ്ക് സിനിമകളും ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു സമീപകാലത്ത് ദുൽഖർ മലയാളത്തിൽ 3ഓളം സിനിമകൾ ചെയ്യുന്നു എന്നുള്ള വാർത്തകളാണ് വന്നിരിക്കുന്നത്. ഓൾറെഡി ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അടുത്തത് സൗബിൻ ഷാഹിറുമൊത്തുള്ള സിനിമയാണ് എന്നുള്ള അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുന്നു. എന്താണേലും അതിന് ശേഷമായിരിക്കാം ഈ ഒരു സിനിമയിലേക്ക് പോകുന്നത്. പിന്നെ ദുൽഖറാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് എടുത്തു പറയാം ഒരു പക്ഷേ ഇതിനിടയിൽ ഈ ഒരു സിനിമയും അവിടെ എത്തും. ആ ഒരു സിനിമ നടന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാം വീണ്ടും അടുത്ത 100 കോടിക്ക് മുകളിലുള്ള സിനിമ. ഇതിനിടയിൽ മറ്റൊരു സ്ട്രോങ് ബസ്സായിട്ട് അല്ലെങ്കിൽ ഒരു അഭിപ്രായം വന്നിരുന്നു ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ. ഈ പറഞ്ഞ പോലെ തന്നെ ലക്കി ഭാസ്കറിൻ്റെ 2ാം ഭാഗം വരുന്നു എന്നുള്ള ഒരു കാര്യവും എന്താണെങ്കിലും കാത്തിരിക്കാം. ദുൽഖറിൻ്റെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ആരൊക്കെയാണ്? ഇപ്പോൾ തെലുങ്കാണേലും തമിഴാണേലും മലയാളമാണെങ്കിലുമൊക്കെ ദുൽഖറുണ്ടോ? മലയാളികൾക്കും അതേപോലെ തന്നെ ഇന്ത്യക്കകത്തുള്ള അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യക്ക് മുഴുവൻ പ്രിയങ്കരമാണ്. നോർത്ത് ഇന്ത്യക്കും അത്യാവശ്യം പ്രിയങ്കരം തന്നെയാണ്. ഹിന്ദി സിനിമകളിൽ ദുൽഖർ അണിനിരക്കുമ്പോൾ അത് അവിടെ ഒരു ആഘോഷമാകാറുണ്ട്. വേറെ ഒന്നുമല്ല, ഒരു മലയാളത്തിൽ നിന്ന് പോയ നടന് ഒരു മലയാളി ഫേസിനുപരി അവിടെ ചെല്ലുമ്പോൾ അതാത് ഭാഷകളിലുള്ള ലുക്കും ഫീലും കിട്ടുന്നത് തന്നെയാണ് ദുൽഖറിൻ്റെ പ്ലസ് പോയിൻറ്റ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.